ചവറ്റുകൊട്ടയിൽ നിന്ന് കോടികളിലേക്ക് ഒരു യാത്ര. റോഡരികിലെ ചവറ്റുകുനയിൽ കോടികളുടെ ഒരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഇത് മറ്റുള്ളവർക്ക് വേണ്ടാത്ത മാലിന്യത്തിൽ നിന്ന് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു മലയാളി ചെറുപ്പക്കാരന്റെ കഥയാണ്. പഠിത്തം കഴിഞ്ഞ് ജോലിക്കായി അലയുമ്പോഴാണ് വീടിനടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിൽ അവനൊരു അവസരം കാണുന്നത്. ഈ ആശയം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ പരിഹാസമായിരുന്നു മറുപടി. അപ്പോൾ അവസാനം ആക്രി പൊറുക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ കളിയാക്കിയുള്ള ചോദ്യം. പക്ഷേ തോൽക്കാൻ അവൻ തയ്യാറായി. സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങി ഒറ്റയ്ക്ക് പണി തുടങ്ങി. വെറും ഒരു ആക്രി കച്ചവടക്കാരനായി ഒതുങ്ങാതെ ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാൻ അവൻ തീരുമാനിച്ചു. അതിന്റെ ആദ്യ പടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. മാലിന്യം വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്യും. ആളെത്തി സാധനങ്ങൾ കളക്ട് ചെയ്യും. പണവും ഓൺലൈനായി നൽകി. ഈ ഐഡിയ ക്ലിക്കായി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയോടെ അന്ന് 50,000 രൂപയ്ക്ക് തുടങ്ങിയ സംരംഭം ഇന്ന് കോടികളുടെ വിറ്റുവരവുള്ള കമ്പനിയാണ്. ഒരു കാലത്ത് കളിയാക്കിയവർക്ക് മുന്നിൽ 20-ലധികം പേർക്ക് ജോലി നൽകുന്ന ഒരു മുതലാളിയായി ആ ചെറുപ്പക്കാരന്മാർ. സർക്കാർ അംഗീകാരങ്ങളും അവനെ തേടിയത്. അപ്പോൾ ഇതിലെ പാഠം എന്താണെന്ന് വെച്ചാൽ ഈ ചെറുപ്പക്കാരൻ തെളിയിച്ചത് ഇതാണ്: ഏതൊരു പ്രശ്നത്തിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട്. വേണ്ടത് അത് കണ്ടെത്താനുള്ള ഒരു കണ്ണും കളിയാക്കലുകളെ ചിരിച്ചു തള്ളാനുള്ള ഒരു മനസ്സും മാത്രമാണ്. അപ്പോൾ പുതിയ സാധ്യതകൾ എന്ത്? ആ ചെറുപ്പക്കാരന്റെ ഈ വിജയം മറ്റൊരു വലിയ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കായി കേരളം ഇന്നും മറ്റു സംസ്ഥാനങ്ങളെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രാദേശിക ഉൽപ്പാദന രംഗത്ത് നമ്മുടെ യുവതലമുറക്ക് വലിയ അവസരങ്ങളുണ്ട്. വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങാവുന്ന വളരെ ചെറിയ സംരംഭങ്ങൾ മുതൽ വൻകിട വ്യവസായങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. നമുക്ക് വേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളിലെയും കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവത്വത്തിന് ഇതുപോലെ ഭാവിയിൽ എന്താവണം, ഈ ഒരു മാനുഫാക്ചറിംഗ് രംഗത്തെ അവസരങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അവരുടെ വഴി അവർ തന്നെ കണ്ടെത്താനുള്ള പ്രചോദനവും ഒക്കെ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻസ്പയറിംഗ് കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്